ഹലോ ജെഇ മെയിൻ എക്സാം കഴിഞ്ഞു. ഇനി ജെഇ അഡ്വാൻസ്ഡ് എക്സാമിലേക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയ ആളുകൾ ഒരുപാട് പേരുണ്ടാകും. IITs എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്വപ്നം കാണുന്ന ആളുകൾക്ക് ഈ ഒരു എക്സാമും കൂടെ നമ്മൾ ക്വാളിഫൈ ചെയ്തേ പറ്റൂ. സോ ഞാൻ ഈ പറയാൻ പോകുന്നത് മെയ് 18 നടക്കുന്ന 2 പേപ്പറുകളിലായിട്ട് സെയിം ഡേ 9 to 12 2:30 to 5:30 നടക്കുന്ന ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാം, വേൾഡിലെ തന്നെ അറിയപ്പെടുന്ന എക്സാമിലേക്കുള്ള ഫൈനൽ മന്തിൽ നമ്മുടെ സ്ട്രാറ്റജിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ലാസ്റ്റ് മന്തിലെ സ്റ്റഡി പ്ലാൻ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് ഒരു മാസം കൊണ്ട് നേടിയെടുക്കുന്ന എക്സാം അല്ല. ഓൾറെഡി ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് 2, 3, 4 വർഷമൊക്കെ പഠിക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അവരോട് ഇനിയുള്ളൊരു മാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് ജനുവരിയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 97-98% ആളുകൾക്കാണ് നമുക്ക് അഡ്വാൻസ്ഡ് എക്സാമിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു റിയലിസ്റ്റിക്കലി നമുക്കൊരു ടാർഗറ്റ് പോലെ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. വീക്ക്ലി സ്റ്റഡി പ്ലാൻ നാം സംസാരിക്കുകയാണ്. നമുക്കറിയാം ഏകദേശം ഇന്ന് മെയ് 18 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ആഴ്ചകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ 5 ആഴ്ചകളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക. ഫസ്റ്റ് വീക്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളും ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യാനുള്ള സമയമാണ്. ഫുൾ ഓൺ. നമുക്കറിയാം ഓരോ ദിവസവും നിങ്ങൾ 12 മണിക്കൂറെങ്കിലും ഇനി എന്ത് ചെയ്യണം, ഇതിനു വേണ്ടി മാറ്റി വെക്കണം. വേറെ വഴിയില്ല. 12, 13, 14, ഈവൻ 15 മണിക്കൂറും 16 മണിക്കൂറൊക്കെ പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇനിയുള്ള ഒരു മാസം, ഈ 5 ആഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ടൈം ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം. സോൾവ് 20 to 30 ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് പെർ സബ്ജക്ട്. ഓരോ സബ്ജക്റ്റിൽ നിന്നും 20 ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്ത് പോകണം. എല്ലാ ദിവസങ്ങളിലും എന്ത് ചെയ്യണം, അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. മാർക്ക് മോസ്റ്റ്ലി PYQs തന്നെ കവർ ചെയ്യാൻ ശ്രമിച്ചാൽ മതി. അല്ലാതെ വേറെ പുറത്തേക്കൊന്നും ചിലപ്പോൾ പോകേണ്ട ആവശ്യം വരില്ല. മാർക്ക് ക്വസ്റ്റ്യൻസ് ദാറ്റ് കൺഫ്യൂസ് യു ടു റീവിസിറ്റ് ലേറ്റർ. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും മാർക്ക് ചെയ്ത് വെക്കണം. അത് നല്ലൊരു ഹാബിറ്റാണ്, പിന്നീട് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് എ ക്വിക്ക് ഫോർമുല ആൻഡ് മിസ്റ്റേക്ക് നോട്ട്ബുക്ക്. നമ്മുടെ ഒരു സെപ്പറേറ്റ് നോട്ട്ബുക്ക് തന്നെ ഉണ്ടാവണം. മിസ്റ്റേക്കുകൾ നോട്ട് ചെയ്ത് വെക്കുക, നമുക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്കുകൾ നോട്ട് ചെയ്ത് വെക്കുക. അതടക്കം നമ്മൾ റിവൈസ് ചെയ്യുക എന്നുള്ളത് ആക്ച്വലി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റംപ്റ്റ് 1 ഫുൾ മോക്ക് ടെസ്റ്റ് ജസ്റ്റ് ടു അസസ്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഫുൾ അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ ലെവലിലുള്ള ഒരു 3 മണിക്കൂറിൻ്റെ എക്സാം എഴുതിയിട്ട് എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഒന്ന് അസസ് ചെയ്യണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് അറിയാൻ സാധിക്കുള്ളൂ. സെക്കൻഡ് വീക്കിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 2, 3 തന്നെ, അതായത് 3 ഫുൾ ലെങ്ത് ഉള്ള അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ പാറ്റേണുള്ള എക്സാമിനേഷൻസ് നിങ്ങൾ എഴുതണം. ആൻഡ് ആഫ്റ്റർ എവറി മോക്ക് ടെസ്റ്റ് സ്പെൻഡ് ടൈം അനലൈസിങ് ഈച്ച് ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ അനലൈസ് ചെയ്യണം. കഴിഞ്ഞ വർഷം നമുക്കറിയാം ഒരു പേപ്പറിൽ 54 ചോദ്യം ഉണ്ടായിരുന്നു, 51 ചോദ്യം ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ആ 51 ചോദ്യങ്ങളും എക്സാമിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. നിങ്ങളുടെ മിസ്റ്റേക്കുകൾ, അതുപോലെ വീക്ക് ആയിട്ടുള്ള ഏരിയാസൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുക. സ്റ്റാർട്ട് 2 പേപ്പർ റുട്ടീൻ. അതായത് ഫസ്റ്റ് പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, മോർണിംഗിലും സെക്കൻഡ് പേപ്പർ ആഫ്റ്റർനൂണിലും ഉള്ള സിസ്റ്റമൊക്കെ ഈ 3ാമത്തെ മോക്ക് ടെസ്റ്റിൽ എന്ത് ചെയ്യണം, അത് രണ്ടും ഒരുമിച്ച് എഴുതി തുടങ്ങാം. ഒരേ ദിവസം തന്നെ 2 മോക്ക് ടെസ്റ്റ് എഴുതുന്ന ഒരു എക്സ്പീരിയൻസ് സെക്കൻഡ് വീക്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും നേടിയിരിക്കണം. റിവൈസ് 1 വീക്ക് ടോപ്പിക് പെർ ഡേ പോസ്റ്റ് മോക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു വീക്ക് ടോപ്പിക് എങ്കിലും റിവൈസ് ചെയ്യുക. പ്രാക്ടീസ് കീ സ്കോറിംഗ് ഏരിയാസ്. അതായത് ഇനോർഗാനിക്കിലെ ഫാക്റ്റുകൾ ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും. മെക്കാനിക്സ്, ഒപ്റ്റിക്സ്, കോർഡിനേറ്റ് ജോമെട്രി ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. ഇതൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് വീക്കിൽ നമ്മുടെ ഒരു ദിവസം 6 മണിക്കൂറിൻ്റെ എക്സാം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും എടുക്കുക. 3ാമത്തെ ആഴ്ചയിലേക്ക് അറ്റംപ്റ്റ് മോക്ക് എവറി ഓൾട്ടർനേറ്റ് ഡേ. എല്ലാ ഓൾട്ടർനേറ്റ് ദിവസങ്ങളിലും നിങ്ങൾ മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. 1 ഡേ മോക്ക്, നെക്സ്റ്റ് ഡേ ഫുൾ അനാലിസിസ് പ്ലസ് റിവിഷൻ. ഒരു ദിവസം മോക്ക് ടെസ്റ്റ് എഴുതാം. ഓക്കെ, എന്ന് വെച്ചാൽ 6 മണിക്കൂർ തന്നെ, 6 മണിക്കൂറിൻ്റെ എക്സാം എഴുതിയിട്ട് അടുത്ത ദിവസം മുഴുവൻ അതിൻ്റെ അനാലിസിസും റിവിഷനും വേണ്ടി തന്നെ മാറ്റി വെക്കുക. സ്പെൻഡ് ടൈം വിത്ത് മിസ്റ്റേക്ക് നോട്ട്ബുക്ക് ഡെയിലി. മറന്നു പോരുത്, നമുക്ക് ഒരു വട്ടം വന്നിട്ടുള്ള മിസ്റ്റേക്കുകൾ പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. പ്രാക്ടീസ് മെൻ്റൽ കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ്ഡ് ആവാൻ പാടില്ല, നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കണം. മെഡിറ്റേഷൻ, ഷോർട്ട് വാക്ക്, ഡീപ്പ് ബ്രെത്തുകളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്യൂൺ യുവർ ബ്രെയിൻ ഫോർ 9 to 12 ആൻഡ് 2:30 to 5:30. അതിനുവേണ്ടി നമ്മൾ ട്യൂൺ ചെയ്ത് റെഡി ആവണം. മനസ്സിലായോ? ബ്രെയിൻ ആ സമയത്ത് മാക്സിമം ഔട്ട്പുട്ടിലായിരിക്കണം നമ്മുടെ ആക്ച്വൽ എക്സാം ഡേയിൽ വർക്ക് ചെയ്യേണ്ടത്. 4th വീക്കിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ മോക്ക് എക്സാമിനേഷൻസിൻ്റെ എണ്ണം നമുക്കൊന്ന് കുറച്ച് തുടങ്ങാം. റെഡ്യൂസ് മോക്സ് ടു 2, മാക്സിമം 2 മോക്ക് ദിവസങ്ങൾ നിങ്ങൾ മോക്ക് ടെസ്റ്റിന് വേണ്ടി മാറ്റി വെച്ചാൽ മതി. ഗോ ഡീപ്പ് ഓൺ പ്രീവിയസ്ലി മെയ്ഡ് മിസ്റ്റേക്സ് അഗെയിൻ. Revisit formula sheet, derivations and short notes. Focus on top 15 chapters that fetch maximum marks. അതുപോലെ തന്നെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ നമുക്ക് ലെവലപ്പ് ചെയ്യാം, ജെഇ മെയിനിൽ നിന്ന് ജെഇ അഡ്വാൻസ് എക്സാമിലേക്ക് എങ്ങനെ ലെവലപ്പ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ മുന്നേ തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ എന്ത് ചെയ്യുന്നതാണ് കൊടുക്കുന്നതാണ്, കാണാത്ത ആളുകൾക്ക് കാണാം. വാച്ച് ടോപ്പർ എക്സാം സ്ട്രാറ്റജീസ് ഓർ ലൈറ്റ് റിവിഷൻ ചെയ്യാൻ നമുക്ക്. കീപ് യുവർ സെൽഫ് മെൻ്റലി ഹാപ്പി, റിലാക്സ്ഡ് ആൻഡ് കോൺഫിഡൻറ്റ് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4ാമത്തെ വീക്കിലേക്ക് ഓർ ലാസ്റ്റ് വീക്ക് നമുക്ക് പറയാം, 1 മന്ത് പ്ലാൻ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 4ാമത്തെ വീക്ക് അത് കഴിഞ്ഞിട്ട് ഫ്യൂ ഡേയ്സും കൂടെ ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, 1 or 2 ഫുൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം ലാസ്റ്റ് വീക്കിൽ, അതായത് 4th വീക്കിൽ.
ഫ്ലാഷ് കാർഡുകൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ റിവിഷൻ കണ്ടിന്യൂ ചെയ്യുക. ഫോർമുലാസ്, പാസ്റ്റ് എറർ റിവ്യൂ, ലൈറ്റ് 1 hour റിവിഷൻ സ്ലോട്ടുകൾ, ഇടയ്ക്കൊരു 1 hour റിവിഷൻ സ്ലോട്ടുകൾ എടുക്കുക. നന്നായിട്ട് ഉറങ്ങുക. രാത്രി സ്ക്രീൻ ഉപയോഗിക്കുന്നത് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. കാരണം നമ്മൾ നേരത്തെ എഴുന്നേറ്റ് 9 മണിക്ക് നമ്മുടെ ബ്രെയിൻ ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് രാത്രി നേരത്തെ ഉറങ്ങുന്ന ശീലം സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. രാത്രി സ്ക്രീൻ ഉപയോഗിക്കാനേ പാടില്ല. വിഷ്വലൈസ് യുവർ സെൽഫ് സോൾവിങ് വിത്ത് കാം ഇൻ ദ ഹാൾ. നമ്മൾ എക്സാം ഹാളിൽ ഇരുന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് എക്സാം എഴുതുന്നത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിൽ ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് 4 ആഴ്ചത്തെ പ്ലാൻ. അപ്പോൾ ഏറ്റവും അവസാനത്തേക്ക് വരുന്ന സമയത്ത് ഇനി ഈ ഒരു മാസം കഴിഞ്ഞ്, ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞു, മാർച്ച് 10th കഴിഞ്ഞ്, അല്ലെങ്കിൽ മെയ് 11th 12th കഴിഞ്ഞിട്ടുള്ള 4 ദിവസം അല്ലേ, മെയ് 18ന് മുന്നേ ഉള്ള 4 ദിവസം 5 ദിവസം നിങ്ങൾ യൂഷ്വലി എന്ത് ചെയ്യേണ്ട, മോക്ക് എക്സാമിനേഷൻസ് എഴുതണ്ട എന്നാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത്. അവസാനത്തെ 3, 4, 5 ഡേയ്സിൽ നമ്മൾ നമ്മുടെ ബ്രെയിന് സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ഒരുപാട് എക്സാംസ് എഴുതി പഠിച്ചിട്ടുണ്ട്. ഈ ലൈറ്റ് റിവിഷനും റിലാക്സേഷനും ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി. മുന്നേ വരുത്തിയിട്ടുള്ള മിസ്റ്റേക്കുകൾ നോക്കുക, കൺഫ്യൂസിംഗ് ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ അവസാനത്തെ 3 to 4 ഡേയ്സിൽ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ അവസാനത്തെ 3 ദിവസം കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ട, മോക്ക് ടെസ്റ്റ് എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തലേ ദിവസം നിങ്ങൾ 6 hourന് മോക്ക് ടെസ്റ്റ് എഴുതി, എക്സാമിൻ്റെ തലേ ദിവസം, അപ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആകും. അത് കഴിഞ്ഞിട്ടൊരു ദിവസം നമുക്ക് ശരിക്കും റെസ്റ്റ് തന്നെ വേണം. അപ്പോൾ അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്. എക്സാമിൻ്റെ തലേ ദിവസം നമ്മൾ ഒരു എക്സാം എഴുതാൻ പാടില്ല. റിയൽ എക്സാമിൻ്റെ തലേ ദിവസം നമ്മൾ ഒരു മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്യാനേ പാടില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അന്ന് റെസ്റ്റ് എടുത്ത് മാക്സിമം എനർജറ്റിക് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ എക്സാമിന് പോകാനുള്ളതാണ്. സബ്ജക്റ്റ് വൈസ് ആയിട്ട് 1-2 കാര്യങ്ങൾ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫിസിക്സിൽ നമുക്ക് എല്ലാ മേജർ കോൺസെപ്റ്റുകളും റിവൈസ് ചെയ്തേ പറ്റൂ. മെക്കാനിക്സും ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, മോഡേൺ ഫിസിക്സ് ഒക്കെ പഠിക്കണം. ഫോക്കസ് ഓൺ മൾട്ടി കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് കോമൺ ഇൻ അഡ്വാൻസ്ഡ്. അതുപോലെ ഇംപ്രൂവ് ഗ്രാഫ് ബേസ്ഡ്, സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫിസിക്സിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. ലേൺ ഡെറിവേഷൻസ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് ഇലസ്ട്രേഷൻസ്. അതിനുവേണ്ടി ഞാൻ മുന്നേ തന്നെ സജസ്റ്റ് ചെയ്തിട്ടുള്ള ബുക്കാണ് 700+ അഡ്വാൻസ്ഡ് ഇലസ്ട്രേഷൻസ് ബൈ ഫിസിക്സ് ഗാലക്സിയുടെ ബുക്കിൽ ഒരുപാട് നല്ല നല്ല സിറ്റുവേഷൻസും അതിൻ്റെ ഡെറിവേഷൻസും ഉണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, റെഫർ ചെയ്യാവുന്നതാണ്. കെമിസ്ട്രിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഓർഗാനിക് പ്രാക്ടീസ് റിയാക്ഷൻ മെക്കാനിസംസ് പ്ലസ് നെയിംഡ് റിയാക്ഷൻസ് ഡെയിലി. എല്ലാ ദിവസവും എന്ത് ചെയ്യുക, റിയാക്ഷൻ മെക്കാനിസംസ് പ്രാക്ടീസ് ചെയ്യുക. അതിൽ തന്നെ ഓർഗാനിക്കിൽ വീക്ക് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനോർഗാനിക് NCERT ലൈൻ ബൈ ലൈൻ പ്ലസ് ഹൈലൈറ്റ് എക്സെപ്ഷൻസ് ആൻഡ് ട്രെൻഡ്സ്. ഫിസിക്കലാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫോമുലയും നമ്മൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഡെയിലി പ്രാക്ടീസ് ഓഫ് ന്യൂമറിക്കൽസ്, ഇലക്ട്രോ കെമിസ്ട്രി, തെർമോഡൈനാമിക്സിൽ നിന്നൊക്കെ ന്യൂമറിക്കൽസ് വരാറുണ്ട്. ഫോക്കസ് ഓൺ NCERT ഫോർ തിയറി. യൂസ് PYQs ടു ഡിറ്റക്ട് പാറ്റേൺസ് ആൻഡ് മോസ്റ്റ് ആസ്ക്ഡ് തിയറി പാർട്സ്. അതുപോലെ തന്നെ സോൾവ് അസേർഷൻ, റീസൺ ആൻഡ് പാരഗ്രാഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തെടുക്കാൻ ശ്രമിക്കാം. മാത്സിലാണെന്നുണ്ടെങ്കിൽ ഫോമുലാസ് ഡെയിലി തന്നെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. കീപ്പ് എ ഫോമുല നോട്ട്ബുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. സോൾവ് ആസ് മെനി PYQs ആസ് പോസിബിൾ മാത്തമാറ്റിക്സിൽ. ഡു നോട്ട് സ്പെൻഡ് ടൈം ഓൺ ലേണിംഗ് ന്യൂ ടോപ്പിക്സ് ഓർ ചാപ്റ്റേഴ്സ്. മാത്സിലൊന്നും നിങ്ങൾ അവസാനത്തെ 2 ആഴ്ച പുതിയൊരു ചാപ്റ്റർ ഒന്നും പഠിച്ചെടുത്തിട്ട് കാര്യമില്ല. അത് നടക്കുന്ന കാര്യമില്ല. അഡ്വാൻസ്ഡ് എക്സാമിനൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല. 2 ആഴ്ച കൊണ്ട് പഠിച്ചിട്ടൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. മാത്സ് ഇസ് വെരി ലോ സ്കോറിംഗ്, സോ സ്പെൻഡ് ടൈം ഓൺലി ആഫ്റ്റർ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഡൺ വെൽ. ഓക്കെ, ഫിസിക്സിനും കെമിസ്ട്രിക്കും തന്നെ കൂടുതൽ സമയം കൊടുക്കുക. മാത്സ് നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ലോ സ്കോറിംഗ് ആയിട്ടുള്ള പേപ്പർ തന്നെയാണ്. ക്വസ്റ്റ്യൻ സെലക്ഷൻ ഫോർ പ്രാക്ടീസ്. ഇവിടെ ഗിവ് പ്രയോറിറ്റി ടു PYQs മാത്രമല്ല, ഡു നോട്ട് വേസ്റ്റ് ടൈം ഓൺ വെരി ഹാർഡ് ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം വളരെ ഇൻഫേമസ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അഡ്വാൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഫിസിക്സിലൊക്കെ തന്നെ ഒരുപാട് സമയമെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒന്നും നമുക്ക് റിയൽ എക്സാം ടൈമിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അതിലൊന്നും നമ്മൾ അധികം സമയം വേസ്റ്റ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ചൂസ് ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ആർ കോൺഫിഡൻറ്റ് that you can do in the exam day. അത്തരം ക്വസ്റ്റ്യൻസിൽ, അത്തരം PYQസിൽ എന്ത് ചെയ്യുക, നമ്മൾ ഫോക്കസ് ചെയ്യുക. പ്രാക്ടീസ് ടു സ്കിപ്പ് അൺസോൾവബിൾ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് സ്കിൽ ടു സേവ് ടൈം. എന്തായാലും ആക്ച്വൽ എക്സാമിൽ നമ്മൾ ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങൾ ഉണ്ടാകും. അത് സ്കിപ്പ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 2024 എക്സാമിൻ്റെ ഒരു സമ്മറി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പഴയ ഡാറ്റ അനലൈസ് ചെയ്താൽ നമുക്ക് ഒരുപാട് ഇൻസൈറ്റുകൾ കിട്ടും. അതിലൊന്ന്, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വിത്ത് 1 കറക്റ്റ് ആൻസർ 4 എണ്ണം വന്നു. അതിൻ്റെ മാർക്കിംഗ് സ്കീമാണ് -103. ഇനി മൾട്ടിപ്പിൾ ആൻസേഴ്സ് ഉള്ള MCQ വന്നിട്ടുണ്ടായിരുന്നു 3 എണ്ണം. അതിൻ്റെ മാർക്കിംഗ് സ്കീം പാർഷ്യൽ മാർക്കിംഗ് ഉണ്ട്. അതുപോലെ നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഇൻറ്റിജർ ആൻസർ വന്നിട്ടുണ്ടായിരുന്നു 6 ചോദ്യങ്ങളുണ്ട്. പിന്നെ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് 4 ചോദ്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് പേപ്പർ 1. പേപ്പർ 2ലും ഇതേ പാറ്റേണിൽ തന്നെയാണ് എന്ത് വന്നിട്ടുള്ളത്, ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതിൽ അവസാനത്തത് പാരഗ്രാഫ് ബേസ്ഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂ ആണ്. അത് 4 എണ്ണം വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നോൺ നെഗറ്റീവ്, ഇൻറ്റിജർ ഉണ്ട്, മൾട്ടിപ്പിൾ സെലക്ട് ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് വെറൈറ്റി, ഇതുപോലത്തെ തന്നെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കമ്പൈൻ ചെയ്തുകൊണ്ട് പേപ്പർ 1 മാച്ച് ദ ഫോളോയിങ് ആണ്, പേപ്പർ 2 പാരഗ്രാഫ് ബേസ്ഡ് ആണ്. ഇങ്ങനെ മാറി മാറിയിട്ടാണ് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പറുകൾ വരിക. ഇനി കഴിഞ്ഞ വർഷത്തെ പേപ്പർ 1 സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, മാത്തമാറ്റിക്സിൽ ഇതാ ഫസ്റ്റ് മുതൽ
17ാമത്തെ ചോദ്യം വരെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആളുകൾ അറ്റൻഡ് ചെയ്തു എന്നുള്ളതിൻ്റെ കണക്ക് ഇവിടെ കാണാം. അതിൽ പെർസെൻറ്റേജ് ഫുൾ കറക്റ്റ് റെസ്പോൺസ് കിട്ടിയത് കണ്ടോ, 20, 13, 16% ആളുകൾക്കൊക്കെ അത് ആക്ച്വലി എന്തായിട്ടുള്ളൂ, അത് ശരിയാക്കാൻ പറ്റിയിട്ടുള്ളൂ. അറ്റൻഡ് ചെയ്യാത്ത ആളുകളുടെ പെർസെൻറ്റേജ് ഇതാ ഇത്രയും വലിയ പെർസെൻറ്റേജ് ആണ്. അതിൽ തന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അനലൈസ് ദർ ആർ ഫ്യൂ വെരി ഹാർഡ് ക്വസ്റ്റ്യൻസ്. തീരെ ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ 7ാമത്തെ ചോദ്യം 0.7% ആൾക്കാർക്ക് ശരിയാക്കിയിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം 4% മാത്രം ശരിയാക്കിയ ചോദ്യങ്ങളുണ്ട്, 9% ശരിയാക്കിയ ചോദ്യങ്ങളുണ്ട്. എന്നാൽ അതേപോലെ 46% ആളുകളും ശരിയാക്കിയ ചോദ്യങ്ങൾ അഡ്വാൻസ്ഡ് എക്സാമിന് വന്നിട്ടുണ്ട്. 51% ആളുകളും ശരിയാക്കിയ ചോദ്യങ്ങൾ ആക്ച്വലി എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ്ഡ് എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ടഫായിട്ടുള്ള നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പറ്റുന്ന 2, 1 ഇതൊക്കെ എന്താണ് ആക്ച്വലി വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ കാറ്റഗറിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. റൈറ്റ്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ കാറ്റഗറിയിലേക്ക് നമുക്ക് ഈസിലി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഫിസിക്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പെർസെൻറ്റേജ് നോക്കാം. ഫുൾ കറക്റ്റ് റെസ്പോൺസ് കിട്ടിയിട്ടുള്ള 61% ആളുകൾ ശരിയാക്കിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ വെറും 4% ആളുകൾ മാത്രം ശരിയാക്കിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ടഫ് ക്വസ്റ്റ്യൻസ് എന്തായാലും പേപ്പറുകളിൽ ഉണ്ടാകും. പക്ഷെ നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25% അബവ് ആളുകൾ ശരിയാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ മാക്സിമം നമ്മൾ സ്കോർ ചെയ്തെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാം എത്ര ആളുകൾ ഫുൾ കറക്റ്റ് റെസ്പോൺസ് ഉണ്ട്. പെർസെൻറ്റേജുകൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഏതോ ഒരു ക്വസ്റ്റ്യൻ മാത്രം 80% ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ശരിയാക്കിയിട്ടുണ്ട്. അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ 1.69% മാത്രം ആളുകൾ ശരിയാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ അടക്കം കെമിസ്ട്രിയിൽ അഡ്വാൻസ്ഡ് എക്സാമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് പറ്റുന്ന 17-ലെ അത് 10 ആണോ 12 ആണോ എന്നറിയില്ല, ആ ചോദ്യങ്ങൾ പിടിച്ച് സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ചെയ്യാന്നുള്ളതാണ് നോക്കേണ്ടത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടോട്ടൽ മാർക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. -60 മുതൽ 360 വരെ എത്ര കുട്ടികൾക്ക് ഈച്ച് കാറ്റഗറിയിൽ മാർക്ക് കിട്ടി. അതിൽ നമുക്ക് മൊത്തം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മാർക്ക് വന്നിട്ടുള്ളത് ഈ ഒരു റീജിയണിലാണ്. മനസ്സിലായോ? മൊത്തത്തിലാണിത്. ഇത് ക്വാളിഫൈ ചെയ്ത ആളുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സ്പൈക്ക് കാണാം. ഒന്ന് 120 അറൗണ്ട് ആയിട്ട് വന്നിട്ടുള്ള ഒരു സ്പൈക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഒരു 50യുടെ റീജിയനിലും ഒരു സ്പൈക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവുന്നത്രേ ഉള്ളൂ, വി ക്യാൻ ഫൈൻഡ് ഓൾമോസ്റ്റ് 100 മാർക്ക് ക്യാൻ ഈസിലി ബി സ്കോർഡ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, 100, 120ലേക്ക് കഴിഞ്ഞ വർഷം എത്തിയിട്ടുണ്ട്, ക്വാളിഫൈ ചെയ്ത ആളുകൾ. അതല്ലാത്ത ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50, 55ലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളത്. അണ്ടർസ്റ്റുഡ്? സോ ഫൈൻഡിങ് ദ ഈസി ക്വസ്റ്റ്യൻസ് ഫ്രം ദ പേപ്പർ ഈസ് ദി ചാലഞ്ചിങ് പാർട്ട്. അപ്പോൾ ഈ 100 എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് ആളുകൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ കൂടെ നമ്മുടെ സ്കില്ല് വെച്ചിട്ട് നമ്മൾ കുറച്ചുകൂടെ മാർക്കും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല റാങ്കിലേക്ക് തന്നെ ആക്ച്വലി എത്താൻ പറ്റും. സോ പ്രാക്ടീസ് അറ്റംപ്റ്റിംഗ് പേപ്പർ ഇൻ മൾട്ടിപ്പിൾ റൗണ്ട്സ്. ഓരോ പേപ്പറും ഇൻഡിവിജ്വൽ 3 hour എക്സാമിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് റൗണ്ട് നിങ്ങൾ ഈസി ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് സോൾവ് ചെയ്യാം. സെക്കൻഡ് റൗണ്ട് സ്പെൻഡ് ടൈം ഓൺ ക്വസ്റ്റ്യൻസ് വിച്ച് ഇസ് ഇൻ യുവർ കോൺഫിഡൻറ്റ് ഏരിയാസ്. സ്പെൻഡ് 4 to 5 minutes ഓൺ ഈച്ച് ക്വസ്റ്റ്യൻസ് ബിഫോർ മൂവിങ് ഓൺ. അഡ്വാൻസ് എക്സാമിൽ 30 സെക്കൻഡോട് നോക്കിയിട്ട് മൂവ് ചെയ്യാൻ കഴിയില്ല. ആദ്യം ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് ചെയ്യാം. രണ്ടാമത് നമ്മുടെ സ്ട്രോങ് ഏരിയാസ് ഉണ്ടല്ലോ, അതിലെ ചോദ്യങ്ങളിൽ 4-5 മിനിറ്റ് എടുത്തിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. തേർഡ് റൗണ്ടിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് സമയം ചിലവാക്കുക. കാരണം ഇതിൽ വരാൻ പോകുന്നത് നമ്മളെ കൊണ്ട് പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിനുവേണ്ടി നമ്മൾ എന്തിനാണ് വെറുതെ സമയം ചിലവാക്കുന്നത്? അപ്പോൾ വളരെ സ്മാർട്ടായിട്ട് റൗണ്ട് 1 and 2 എഫക്റ്റീവായിട്ട് യൂസ് ചെയ്താൽ നിങ്ങളുടെ സ്കോർ നിങ്ങൾക്ക് മാക്സിമൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, വിച്ച് മോക്ക് ടെസ്റ്റ് ചൂസ്? അപ്പോൾ ഒരുപാട് പ്രീവിയസ് ഇയർ പേപ്പറുകൾ തന്നെയാണ് പ്രധാനപ്പെട്ടത്. അല്ലാതെ യൂഷ്വലി നമുക്ക് അഡ്വാൻസ്ഡ് എക്സാമിന് വേണ്ടിയിട്ട് അങ്ങനെ വേറൊരു ക്വസ്റ്റ്യൻ ബാങ്ക് ഇല്ല. ഈ PYQs മാത്രമേ ഉള്ളൂ. പിന്നെ ഒരുപാട് എന്ത് ചെയ്യാറുണ്ട്, വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ ഡിഫിക്കൽട്ട് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. പക്ഷേ അതല്ല ശരിക്കും അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ പാറ്റേൺ. ഇത് വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള, ഒറ്റ നോട്ടത്തിൽ ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നും, പക്ഷേ അതിൻ്റെ ഒരു നാക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്തെടുക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പലപ്പോഴും അഡ്വാൻസ്ഡ് എക്സാമിന് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ അവോയ്ഡ് റാൻഡം മോക്ക് ടെസ്റ്റ് ഫ്രം ദി ഇന്റർനെറ്റ് ആസ് ദേ മേ നോട്ട് റിഫ്ലക്ട് ദി റിയൽ JEE അഡ്വാൻസ്ഡ് എക്സാം പാറ്റേൺ ആൻഡ് ക്യാൻ മിസ്ലീഡ് ഓർ കൺഫ്യൂസ് യു. ഓക്കെ, അനാലിസിസ് ആഫ്റ്റർ ഈച്ച് എക്സാം ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അത് 10 എക്സാം എഴുതുക എന്നുള്ളതിനേക്കാൾ നല്ലത് 6 എക്സാംസ് എഴുതിയിട്ട് ആ 6ഉം കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഒരു മാസത്തേക്ക് അഡ്വാൻസ്ഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്യൂച്ചർ IITiansനോട് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. സോ JEE അഡ്വാൻസ്ഡ് എക്സാം എഴുതാൻ പോകുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എക്സാക്ട്ലി നമുക്ക് അറൗണ്ട് ഒരു 5 weeks മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അറിയാലോ, ലാസ്റ്റത്തെ 2-3 days ഒക്കെ നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ട്, നമ്മൾ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കേണ്ട ദിവസമാണ്. അതിൻ്റെ മുന്നേ നിങ്ങളുടെ എക്സാം പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിതാ സ്റ്റോപ്പ് ചെയ്യുന്നു. കണ്ട ആളുകൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഡെഫിനറ്റ്ലി താഴെ പറയണം. ആൻഡ് ഈവൻ നെക്സ്റ്റ് ഇയറിലുള്ള കുട്ടികൾക്ക് പോലും നമുക്ക് എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്തു കൊടുക്കാനുള്ളതാണ്. ഓക്കെ, താങ്ക് യു.